US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു സെലൻസ്കിക്ക്. ഒക്ടോബർ 17-ന് വൈറ്റ് ഹൗസിലെ ക്യാബിനറ്റ് റൂമിൽ നടന്ന യോഗം ഏകദേശം 2.5 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. ട്രംപ് വീണ്ടും അധികാരമേറ്റ ശേഷമുള്ള സെലൻസ്കിയുടെ മൂന്നാമത്തെ വാഷിംഗ്ടൺ സന്ദർശനമാണിത്. ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ സെലൻസ്കി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സഹായമെന്ന് സെലൻസ്കി വിരൽ ചൂണ്ടുന്നത് യുഎസിന്റെ വജ്രായുധങ്ങളിൽ ഒന്നിലേക്കാണ്. ട്രംപുമായുള്ള സെലൻസ്കിയുടെ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിലെ സന്ദർശനത്തിലും ചില പിരിമുറുക്കങ്ങളുണ്ടായി. സെലൻസ്കി വൈറ്റ് ഹൗസിൽ എത്തുന്നതിന് മുൻപ് തന്നെ റഷ്യ കിഴക്കൻ യുക്രൈനിൽ കരയാക്രമണം ശക്തമാക്കിയിരുന്നു. യുക്രൈനിലെ തന്ത്രപ്രധാനമായ മേഖലയായ ഡോബ്രോപ്പിലേക്ക് സമീപം റഷ്യ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സൈനിക സഹായം തേടി സെലൻസ്കി യുഎസിൽ എത്തുന്നത്. എന്നാൽ സെലൻസ്കി എത്തുന്നതിന് തൊട്ടു മുൻപ് പുടിനുമായും സംസാരിച്ചിരുന്നു ട്രംപ്. എന്താണ് നീക്കങ്ങൾ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2022-ൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ സഹായം ആശ്രയിച്ചാണ് യുക്രൈൻ റഷ്യയെ പ്രതിരോധിക്കുന്നത്. ഒക്ടോബർ 17-ന് വൈറ്റ് ഹൗസിൽ നടന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഈ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായിരുന്നു. പ്രധാനമായും ചർച്ചയായത് യുഎസിന്റെ ദീർഘദൂര മിസൈലുകളായ ടോമാഹോക്ക് മിസൈലുകളെ കുറിച്ചായിരുന്നു. ഈ മിസൈലുകൾ ട്രംപ് നൽകിയാൽ അത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കുമെന്നാണ് വിലയിരുത്തൽ. മുൻപ് ഈ ആവശ്യം പരിഗണിക്കാമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നെങ്കിലും ഇത്തവണ അത്ര അനുകൂലമായിരുന്നില്ല കാര്യങ്ങൾ. ടോമാഹോക്കുകൾ US നിർമ്മിത ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകളാണ്. 1991-ലെ ഗൾഫ് യുദ്ധം മുതൽ ഇവ ഉപയോഗത്തിലുണ്ട്. ഏകദേശം 2500 കിലോമീറ്റർ ദൂരെയുള്ള ടാർഗറ്റ് പോലും ലക്ഷ്യമിടാൻ ഇതിന് കഴിയും. ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് ഈ മിസൈലുകൾ. $1.3 മില്യൺ വില വരുന്ന മിസൈലിന്റെ ഭാരം ഏകദേശം 1510 കിലോയാണ്. കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും ഇവ വിക്ഷേപിക്കാനാകും. മറ്റ് രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് ടോമാഹോക്കിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. വിക്ഷേപിച്ചതിനു ശേഷം ലക്ഷ്യം മാറ്റാനും സാധിക്കും. അമേരിക്കയുടെ ടോമാഹോക്ക് മിസൈലുകൾ എത്തിയാൽ കണക്ക് കൂട്ടാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും യുക്രൈന്റെ ആക്രമണശേഷി. ടോമാഹോക്കുകൾക്ക് പകരം യുക്രൈൻ ഡ്രോണുകൾ നൽകാമെന്ന് സെലൻസ്കി വാഗ്ദാനം ചെയ്തെങ്കിലും ടോമാഹോക്കുകൾ ഞങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുകയായിരുന്നു ട്രംപ്. എന്നാൽ തീർത്തും നോ പറഞ്ഞിട്ടില്ല. യുഎസിന് ഏകദേശം 1000 മിസൈലുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. മുൻപ് ഇക്കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും നിലവിലെ യോഗത്തിൽ നിലപാട് മാറ്റിയിരുന്നു ട്രംപ്. ടോമാഹോക്ക് മിസൈലുകൾ നൽകുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും ഒരുപാട് മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സെലൻസ്കിയുടെ ആവശ്യം പൂർണ്ണമായി നിഷേധിച്ചില്ല എങ്കിലും നമുക്ക് റഷ്യയും ആവശ്യമാണ്, അതിനാൽ മിസൈലുകളുടെ കാര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ടോമാഹോക്കുകൾ നൽകുന്നതിന് ഉറപ്പു നൽകാതെ പകരം യുദ്ധം ഇപ്പോഴുള്ള സ്ഥിതിയിൽ തന്നെ നിർത്തി സമാധാനം സ്ഥാപിക്കണമെന്നാണ് ട്രംപ് നിർദ്ദേശിച്ചത്. യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടു കക്ഷികളും വിജയം അവകാശപ്പെടട്ടെ, ബാക്കി ചരിത്രം തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. ഇനി വെടിവെപ്പോ മരണങ്ങളോ വേണ്ട, അനന്തമായ പണച്ചെലവും വേണ്ട. ടോമാഹോക്കുകളെ കുറിച്ച് ചിന്തിക്കാതെ തന്നെ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രംപിന്റെ തീരുമാനം സെലൻസ്കി ഭാഗികമായി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ അവിടെ നിർത്തണമെന്ന് പ്രസിഡന്റ് പറയുന്നത് ശരിയാണ്. ശേഷമുള്ള നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പോൾ പ്രധാന മുൻഗണന കഴിയുന്നത്ര ജീവൻ സംരക്ഷിക്കുക, യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുക എന്നതാണെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ പുടിനുമായി ഫോണിൽ സംസാരിച്ച ട്രംപ് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. സെലൻസ്കി എത്തുന്നതിന് ഒരു ദിവസം മുൻപായിരുന്നു ഈ സംഭാഷണം. ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുടിൻ ട്രംപുമായി സംസാരിച്ചതായി പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂറി ഉഷക്കോവ് പറഞ്ഞു. മിസൈൽ നൽകിയാൽ യുഎസും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളാകുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങൾക്കൊന്നും ഇതുവരെ പുടിൻ വഴങ്ങിയിരുന്നില്ല. റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാണ് യുഎസ് അമർഷം കാട്ടിയത്. കൂടാതെ യുക്രൈന് 73.6 ബില്യൺ സഹായവും വാഗ്ദാനം ചെയ്തു. ഇതിനിടെ ടോമാഹോക്ക് മിസൈലുകൾ കൂടി അമേരിക്ക യുക്രൈന് കൈമാറിയാൽ യുദ്ധം മറ്റൊരു തലത്തിലേക്കാകും നീങ്ങുക. റഷ്യൻ സൈനിക അടിത്തറകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, എയർഫീൽഡുകൾ എന്നിവയെ ആക്രമിക്കാൻ സഹായിക്കുമെന്നതിനാൽ ട്രംപിന്റെ ടോമാഹോക്ക് ഭീഷണിയെ വെറുതെ അങ്ങ് തള്ളിക്കളയുന്നുമില്ല റഷ്യ. ട്രംപുമായുള്ള ഫോൺ സംഭാഷണം മണിക്കൂറുകൾ നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനുശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും പുടിൻ തയ്യാറായിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച എപ്പോൾ, ഏത് ദിവസം, എവിടെ നടക്കുമെന്നത് വ്യക്തമല്ല.
ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ 2 ആഴ്ചയ്ക്കകം കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചന ട്രംപ് നൽകിയിട്ടുണ്ട്. യുക്രൈൻ സമാധാനത്തിനായി ഓഗസ്റ്റിൽ അലാസ്കയിൽ ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിരിക്കും ഹംഗറിയിൽ നടക്കുക. യുക്രൈന് ടോമഹോക്ക് നൽകുമെന്ന ഭീഷണിയുടെ പുറത്താണോ പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായതെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മിസൈലുകളുടെ ഭീഷണി നല്ലതാണ് എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. യുക്രൈന് ടോമഹോക്സിനെ ലഭിക്കുമെന്ന പ്രതീക്ഷ റഷ്യയെ ഭയപ്പെടുത്തിയിരുന്നു. കാരണം അതൊരു ശക്തമായ ആയുധമാണെന്നും ട്രംപ് പറഞ്ഞു. സമാധാനത്തിലേക്കുള്ള വഴിയിൽ പുടിനെ എത്തിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താനാണ് യുക്രൈൻ മിസൈലുകൾ ആവശ്യപ്പെട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ നയതന്ത്രത്തിൽ ഊന്നിയാണ് ഇപ്പോൾ ട്രംപിന്റെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. ട്രംപിന്റെ ആഹ്വാനങ്ങൾ നടപ്പിലാകുമോ? പുടിനുമായുള്ള ചർച്ചകൾ എന്ത് ഫലം കാണും എന്നെല്ലാം വരും ദിവസങ്ങളിൽ അറിയാം.